നിരവധിയായി നടക്കുന്ന കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന്റെ ഒരു മൂന്നാം ഘട്ടമാണ് ഇന്ന് ഹെഡ് ഓഫീസിന് മുന്നിൽ നടക്കുന്ന ഈ ഉപവാസ സമരം. കേരള ബാങ്ക് രൂപീകരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം അതിനെ അതിശക്തിയായി എതിർത്തതാണ്. ഇത് വലിയ സംഭവമായി മാറുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയായി അത് മാറിയിട്ടുണ്ട് എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതായി. ജില്ലാ ബാങ്കുകൾ ലാഭത്തിലായിരുന്ന ജില്ലാ ബാങ്കുകളെ നഷ്ടത്തിലായ സംസ്ഥാന ബാങ്കിൽ കൊണ്ടുപോയി ലയിപ്പിച്ചു. പരമാവധി പൂർണ്ണമായ സ്വാതന്ത്ര്യം നമ്മുടെ അപ്പെക്സ് ബോഡി എന്നുള്ള നിലയിൽ സംസ്ഥാന സഹകരണ ബാങ്കിനുണ്ടായി. ആ സ്വാതന്ത്ര്യം മുഴുവൻ അടിയറ വെച്ച് റിസർവ് ബാങ്കിന്റെ കക്ഷത്തിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുത്ത് ഇപ്പൊ കിടന്ന് കൈകാലിട്ടടിക്കുകയാണ്. സ്വയം ഒരു തീരുമാനമല്ല പാടില്ല. സ്വയം ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നു. തീരുമാനം എടുക്കാൻ പറ്റുമോ? കരുവന്നൂർ സഹകരണ ബാങ്ക് 300 കോടിയോ 400 കോടി അടിച്ചുകൊണ്ട് പോയി. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വിറ്റ്ഡ്രോവലാണ് ഉണ്ടാകുന്നത്. സഹകരണ മേഖല നേരിടുന്ന വലിയ പ്രതിസന്ധി. തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ 48 മണിക്കൂറിനകം കരുവന്നൂർ ബാങ്കിൽ കട്ടെടുത്ത പ്രശ്നമല്ല, നിക്ഷേപകരുടെ പണം കിട്ടുവരും. ഇപ്പോ സംസ്ഥാന ബാങ്കിന് വല്ലതും ചെയ്യാൻ പറ്റിയോ? അവിടെ കൈ മലർത്തി കാണിച്ചു. കാരണം ഒന്നും ചെയ്യാൻ റിസർവ് ബാങ്ക് സമ്മതിക്കില്ല. പിന്നെ എന്തെങ്കിലും ഒരു നവീകരണ പ്രവർത്തനങ്ങൾ ഈ സഹകരണ ബാങ്കിൽ ഉണ്ടായി ATM വരെ കേടായി കിടക്കും. ഏത് കാലത്താണ് ജീവിക്കുന്നത്? ATM കേടായി ഒരുപാട് നാളെ നന്നാക്കുന്ന പോലില്ല. ATM ഇല്ലാത്ത ബാങ്ക്. എന്നിട്ടാണ് പറയുന്നത് ആ നാഷണലൈസ്ഡ് ബാങ്കുകളോടും ഷെഡ്യൂൾഡ് ബാങ്കുകളോടും കോമ്പീറ്റ് ചെയ്യും. ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വല്ലാത്ത സ്ഥിതിയിലാവും. പല ജില്ലകളിലും വലിയ പരിതാപകരമായ അവസ്ഥയിലാണ് സിസ്റ്റം തന്നെ. ജീവനക്കാരോട് ഉള്ള ക്രൂരതയ്ക്ക് മാത്രം യാതൊരു കുറവുമില്ല. 38-40 മാസമാകുന്നു അല്ലേ? ഈ മാസം കൂടി കഴിയുമ്പോൾ 40 മാസമായി റിവിഷൻ, പേ റിവിഷന്റെ കാര്യങ്ങൾ ഡ്യൂ ആയിട്ട് 40 മാസം. ഒരനക്കമില്ലല്ലോ, ഒരനക്കമില്ല, ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. 29% DA കുടിശ്ശിക കൊടുക്കുന്നില്ല, പൈസ കൊടുക്കുന്നില്ല. എന്താ DA എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് എന്താണ്? ഞാൻ എല്ലാ ദിവസവും രാവിലെ എല്ലാ സാധനങ്ങളുടെയും വില നോക്കും. ഇന്ന് രാവിലെ ഒന്നും ഞാൻ പറയുന്നു, കഴിഞ്ഞ വർഷം ഇന്നിപ്പോ 20-ാം തീയതി അല്ലേ? കഴിഞ്ഞ ഓഗസ്റ്റ് 20-ാം തീയതി നിങ്ങൾ കണക്കെഴുതി വെക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും, കണക്ക് വീട്ടിലെ ചെലവെഴുതി വെക്കുന്നത്. എല്ലാവരും അല്ല, കുറച്ച് കണക്കെഴുതി വെക്കുന്നവർ നോക്കിക്കോ. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ നിങ്ങളുടെ ചെലവും ഈ ഓഗസ്റ്റ് മാസത്തിലെ ചെലവും തമ്മിൽ ഒരു ഇടത്തരം കുടുംബത്തിൽ, വലിയ കുടുംബത്തിലെ ഇടത്തരം കുടുംബത്തിൽ, സാധാരണ കുടുംബത്തിൽ 10,000 രൂപ മുതൽ 15,000 രൂപ വരെയുള്ള വ്യത്യാസം വന്നു. ചെലവ് കൂടിയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ചാർജ് കൂടിയത്, സാധനങ്ങളുടെ വില കൂടിയത്. 4 വർഷം മുമ്പ് വെളിച്ചെണ്ണയ്ക്ക് 120 രൂപയുണ്ടായിരുന്നു. ഇന്നിപ്പോ 550. ഈ ആഴ്ച 600 ആവുമെന്നാണ് പറയുന്നത്. 550 രൂപയാണ്. 120 രൂപ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയുടെ വില. എല്ലാ സാധനങ്ങളും, പരിപ്പ്, പയറ്, കടല, നാളികേരം, എല്ലാ സാധനങ്ങൾക്കും രൂക്ഷമായ 50% മുതൽ 150% വരെയുള്ള വിലക്കയറ്റം. ഈ വിലക്കയറ്റത്തെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് DA കൊടുക്കുന്നത്. ആ DA കൊടുക്കൂല. ആ DA ഒരു തരത്തിലും കൊടുക്കൂല.